4 തരം ഉറക്കുണ്ട്. അതിൽ ഒന്നാമത്തെ ഉറക്ക് പെരടിയുടെ മേലുള്ള ഉറക്കാണ്. പെരടിന്റെ മേൽ ഉറങ്ങ, അതിനെന്താ പറയാ? എന്താ പറയാന്? ഇങ്ങനെ ഉറങ്ങുന്നതിന് എന്താ പറയാന്ന്? ഉറങ്ങി കാണിക്കല്ല പറഞ്ഞാ മതി. ഇങ്ങനെ ഉറങ്ങുന്നതിന് എന്താ പറയാ? മലർന്നു കിടക്കൽ. ഒന്ന് മലർന്നു കിടക്കലാണ്, മലർന്നു കിടക്കലാണ്. അതിന് എന്റെ ഭാഷയിൽ മലങ്കന കിടക്കുക എന്ന് പറയും. മലങ്കന കിടക്കുക, മലർന്നു കിടക്കുക. ആ മലർന്നു കിടക്കൽ ഒന്ന്, അത് നൗമത്തുൽ അംബിയാ, അംബിയാക്കളുടെ ഉറക്കാണ് കേട്ടോ. ഖിബിലയിലേക്ക് കാല് തിരിച്ചിട്ടുള്ള ഉറക്ക്, അപ്പോഴല്ലേ മലങ്കന ഉറങ്ങല്. അത് അംബിയാക്കളുടെ ഉറക്കാണ്. രണ്ടാമത്തൊരു ഉറക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടുള്ള ഉറക്കാണ്. മുഖം ഖിബിലയിലേക്ക് തിരിച്ചിട്ട് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടുള്ള ഉറക്ക്. വനൗമത്തു സ്വാലിഹീൻ, മുസ്ലിമീങ്ങളിൽ തന്നെ നല്ലവരുടെ ഉറക്കതാണ്, സ്വാലിഹീങ്ങളുടെ ഉറക്കതാണ്. അപ്പൊ ഈ 2 ഉറക്കാണ് നമുക്ക് വേണ്ടത്. ഒന്നിരിക്കലോ കാല് ഖിബിലയിലേക്ക് തിരിച്ചിട്ടുള്ള ഉറക്ക്. അപ്പൊ നിങ്ങൾ ഇന്ന് പോയാൽ, നിങ്ങളെ വീട്ടിലെത്തിയാൽ, നിങ്ങളെ മുറിയിൽ പോയി ശ്രദ്ധിക്കണം, നിങ്ങളുടെ കട്ടില് എങ്ങനെയാ വെച്ചത്. അത് ഈ പറയപ്പെട്ട 2 രൂപത്തിലുള്ള ഉറങ്ങാനുള്ള സൗകര്യമില്ലാത്ത രൂപത്തിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിനെ മാറ്റണേ. ഒന്നിരിക്കലോ കാല് കിബിലയിലേക്ക് നീട്ടിയിട്ടുള്ള ഉറക്ക്, അതാണ് നല്ല ഉറക്ക്. ഉസ്താദേ, കാല് കിബിലയിലേക്കോ? കിബിലയെ ബഹുമാനിക്കണ്ടേ? ഉറങ്ങുമ്പോ കിബിലയെ ബഹുമാനിക്കൽ എങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഓരോന്നിനും ഓരോ ബഹുമാനാണ്. ഓരോന്നിനും ഓരോ ബഹുമാനല്ലേ? നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, കല്യാണത്തിന് കുറെ കസേര ഉണ്ടെങ്കിൽ തന്നെ 2 സ്പെഷ്യൽ കസേര ഉണ്ടാവും. ആ 2 സ്പെഷ്യൽ കസേര ആർക്കുള്ളതാ? പുതിയാപ്പിളാക്കും. അതാ കണ്ടില്ലേ, പഴയ കാലൊക്കെ ഓർമ്മയാവും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആർക്കാ പഴയ കാലം ഓർമ്മയാകാത്തത്? എല്ലാവർക്കും ഓർമ്മയാകും. ഈ പരിസരത്തുള്ള ഉമ്മമാരുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളെ നാട്ടിൽ എല്ലായിടത്തും അല്ല കേട്ടോ, ചില സ്ഥലത്ത് ചില ഉമ്മമാരുണ്ട്. എന്താ അറിയോ, ഈ പുതിയാപ്പിള പുതിയ പെണ്ണിന് പാല് കുടിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. ഉണ്ടോ അല്ലേ? അത് എടുത്തു മാറ്റിയിട്ടൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല, ഇപ്പോഴത്തെ ജനറേഷൻകാരാ പറഞ്ഞ, അവർ എടുത്തു മാറ്റിക്കണോ ആർക്കറിയാം. ഉണ്ട്, പാല് കുടിപ്പിക്കണു. എന്നാൽ ആ പാല് കുടിപ്പിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ചില പ്രായം ചെന്ന ഉമ്മാമ്മമാര് വരെ അവിടെ വന്നിട്ട് ഇങ്ങനെ തൊള്ള തുറന്നു വെക്കും. അത് പഴയ കാലത്തെ ഓർമ്മ പുതുക്കുക, അന്ന് കുടിപ്പിച്ച ഓർമ്മ പുതുക്കുക. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു രംഗം അവിടെ നടക്കുമ്പോ ഒരു അന്യ സ്ത്രീയും അവിടെ കയറാൻ പാടില്ല. അള്ളാഹുവിനെ പേടിക്കുന്ന ഒരൊറ്റ അന്യപ്പെണ്ണ് അവിടെ കയറിക്കൂടാ. കാരണം ഈ പുതിയാപ്പിള അന്യപുരുഷനാണ്. ഒരൊറ്റ അന്യപുരുഷന്മാരും കയറിക്കൂടാ. ചില ചെറുപ്പക്കാരുണ്ട് അവിടെ ഇങ്ങനെ എത്തിയിട്ട് ഇങ്ങനെ തൊള്ള തുറന്നു വെക്കുക. എന്തിനാ? നിനക്കങ്ങനെ ബോധ്യം ഉണ്ടെങ്കിൽ വേറെ ഒന്ന് കെട്ടിക്കൂടെ? കാരണം അന്യ പെണ്ണാണ് ഭാര്യ. ആ അന്യ പെണ്ണിനെ നിങ്ങൾ കണ്ടുകൂടാ. ആ രംഗം നിങ്ങൾ കാണാൻ പാടില്ല. അത് നിങ്ങൾക്ക് പെർമിസേബിളല്ല, അത് നിങ്ങൾക്ക് പ്രോഹിബിറ്റഡ് ആണ്. കാണാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ് അതൊക്കെ. അതൊക്കെ ശ്രദ്ധിക്കണം, എന്നാലേ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അവിടെ പുതിയാപ്പിളയും പുതിയ പെണ്ണും ഇരിക്കുന്ന ആ കസേരയിൽ ഉമ്മാനെ ഉപ്പാനെ ഇരുത്താൻ പറ്റുമോ? ആ ബഹുമാനിക്കേണ്ടത് ഉമ്മാനെ ഉപ്പാനല്ലേ? ശരിയാണ്. പക്ഷെ അന്ന് ബഹുമാനം ഇവർക്ക്, പുതിയാപ്പിളക്ക് പുതിയ പെണ്ണിനാ ബഹുമാനം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഒന്നാമത്തെ ഉറക്ക് കാല് കിബിലയിലേക്ക് നീട്ടിയിട്ടാണ്. അത് കിബിലയെ ബഹുമാനിക്കുന്നത് അങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. രണ്ടാമത്തത്, അതാ അങ്ങനെ കഴിയില്ല എന്ന് കണ്ടാൽ പിന്നെ നിങ്ങളുടെ മുഖം വലത് ഭാഗത്തേക്ക് ചരിച്ചു കിടക്കുമ്പോൾ മുഖം കിബിലയിലേക്ക് തിരിയുന്ന രൂപത്തിലാകണോ? ആ ഉറക്ക് സ്വാലിഹീങ്ങളുടെ ഉറക്കാണ്. ഇനി വേറെ 2 തരം ഉറക്കുണ്ട്. അപ്പൊ നമ്മളുടെ വീട്ടിലെ റൂമുകളിലുള്ള കട്ടിലുകൾ ഉണ്ടല്ലോ, ഈ 2 രൂപത്തിൽ ഉറങ്ങാൻ പ്രാപ്തമായ രൂപത്തിലാകണോ? ഇനി വേറെ 2 തരം ഉറക്കുണ്ട്. അത് മുഖം ഇടതുഭാഗത്തേക്ക് തിരിച്ചിട്ടുള്ള ഉറക്കാണ്. ആ ഉറക്കുണ്ടല്ലോ നൗമത്തുൽ കുഫാർ, അവിശ്വാസികളുടെ ഉറക്കാൻ. ഞാൻ ഇതൊരു സ്ഥലത്ത് വഅദ് പറഞ്ഞു. വഅദ് പറഞ്ഞപ്പോഴേക്ക് ഞാൻ വഅദ് പറഞ്ഞ ലൈവ് എപ്പോഴും കേൾക്കാറുണ്ട് തിരിഞ്ഞു മടങ്ങി പോകുമ്പോ. അപ്പൊ ഈ വഅദ് കണ്ടുകൊണ്ടിരുന്നൊരു സഹോദരി അവിടെ ഒരു ചെറിയ സംശയം എഴുതി വെച്ചത് ഞാൻ കണ്ടു. ഉസ്താദേ, കിടക്കുന്നത് വലതു ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് തന്നെയാണ്, അതേ സമയത്ത് പിന്നെ നോക്കുമ്പോ മുഖം ഇടതു ഭാഗത്തേക്കായിരിക്കും. അതിന് വല്ല കുഴപ്പമുണ്ടോ? അതിന് കുഴപ്പം പറയാൻ പറ്റൂല. കാരണം നിയന്ത്രണമല്ലാത്ത സമയത്താണത്. ഉറങ്ങുമ്പോ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറഞ്ഞത്. വേറെ ആൾ പറഞ്ഞു, ഉസ്താദേ
കിടന്നുറങ്ങുന്ന സമയത്ത് ഉളു എടുത്തിട്ട് ഉറങ്ങണ്ടേ? അതെ, ഉളു എടുത്ത് ഉറങ്ങണം. എന്തിനാ ഉസ്താദെ ഉറങ്ങിയാ പിന്നെ ഉളു പോയില്ലേ, പിന്നെ എന്തിനാ ഉളു എടുക്കണം എന്നാ സംശയം. ഓരോരുത്തർക്ക് സംശയമാണ്, ഓരോ നിലക്ക് സംശയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ കൂടെ കിടക്കുമ്പോ ഉളു എടുക്കണോ ഉസ്താദെ? ഉളു എടുക്കണം. എന്നാ പിന്നെ കൂടെ കിടക്കുമ്പോ തട്ടിപ്പോകൂലേ, എന്നാ ഉളു പോയില്ലേ ഉസ്താദ്, പിന്നെ എന്തിനാ വെറുതെ വെള്ളം വേസ്റ്റ് ചെയ്യണത്? അങ്ങനെ ചില സംശയം. അങ്ങനല്ല, കിടന്നുറങ്ങാൻ പോകുമ്പോ ഉളു വേണം. പിന്നെ എന്തു ആകട്ടെ, അത് വേറെ വിഷയം. ഉറങ്ങുന്നത് മട്ടം പോലെയുള്ള ഉറക്കാകണം, സിനിമ കണ്ടിട്ടുള്ള ഉറക്കല്ല, ഉളു എടുത്തിട്ടുള്ള ഉറക്കാ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാവൈതും ഇലാ ഫിറാശിക്കും, നിങ്ങൾ വിരിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഉളു എടുത്തവരായിരിക്കണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സംശയം, ഈ സഹോദരി ഒരു സംശയം എഴുതി. സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, പിന്നെ എങ്ങനെയായി എന്നതല്ല വിഷയം, ഉറങ്ങുമ്പോ ആ രൂപത്തിൽ ഉറങ്ങണം എന്നതാണ് വിഷയം. ഇനി ആ 3 തരം ഉറക്ക് പോട്ടെ, 4ാമത്തെ ഉറക്കുണ്ട്. അതാണ് ഭയങ്കര സുഖം കിട്ടുന്ന ഉറക്ക്. അതെന്താണ്? മലർന്ന് കിടന്നിട്ടുള്ളതല്ല. പിന്നെന്താ പറയാ, ആംബ്ലേറ്റിനെ തിരിച്ചിടൂലേ, ആ ഉറക്ക് കങ്കന എന്ന് പറയും എന്റെ ഭാഷയിൽ. കങ്കന കിടക്കൽ, കങ്കന. ഇങ്ങനെ മലങ്കന, ഇത് കങ്കനയാ. അപ്പൊ കങ്കന കിടക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആ രൂപത്തിൽ മുഖം നിലത്തോട്ടാക്കി കിടന്നുറങ്ങിയാൽ സ്ലീപ്പിംഗ് അപ്പോൺ ദി സ്റ്റമക്, വയറിന്മേൽ കിടക്കുക. അങ്ങനെ വയറിന്മേൽ കിടന്നാൽ നൗമത്തു ശയാത്തീൻ, ഓ മുസ്ലിമേ, നല്ല സുഖം കിട്ടുന്ന ഉറക്കാണെങ്കിലും അത് ശൈത്താനിന്റെ ഉറക്കാണ് കേട്ടോ. ആ ഉറക്കിൽ നിനക്ക് ബറക്കത്തില്ല കേട്ടോ. പിശാചിയുടെ ഉറക്ക് മുസ്ലിമീങ്ങൾ ഉറങ്ങിക്കൂടാ. ഇത് ഒരിക്കൽ കൂടി പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വളജഅതു അഹ്ലിന്നാർ, നരകക്കാർക്ക് നരകത്തിലൊരു കിടത്തമുണ്ടല്ലോ. ആ കിടത്തോ ഇപ്പൊ അവസാനം പറഞ്ഞ ഈ കങ്കന കിടത്തമാണ്. ആ ഉറക്ക് മുസ്ലിമിന് യോജിച്ചതല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി